രത്നം പോലെ തിളങ്ങാനായിട്ട് ഒരു കരിയർ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വജ്രം പോലെ, ഡയമണ്ട് പോലെ, റൂബി പോലെ തിളങ്ങാൻ പറ്റുന്ന ഒരു ലൈഫ്, ഒരു കരിയർ നിങ്ങൾക്ക് സമ്മാനിച്ചാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെ ഒരു കരിയർ ഉണ്ടെന്ന് പോലും പലർക്കും അത്ര അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയുന്നത് ജെമ്മോളജി എന്നുള്ള കരിയറിനെ കുറിച്ചാണ്. ജെമ്മോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. എന്താണ് ജെമ്മോളജി? സാധാരണ ഈ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു രംഗമാണ് ജെമ്മോളജി. നമുക്ക് സ്വർണ്ണ ബിസിനസ്സിനെ കുറിച്ച് അറിയാം, പക്ഷേ അതിനേക്കാളും ഒരു പടി കൂടി മുന്നിലാണ് രത്നങ്ങളുടെ ബിസിനസ്. വളരെ ധനാഢ്യരുടെ ഒരു വലിയ ഭ്രമമാണ് രത്നങ്ങൾ വാങ്ങി സൂക്ഷിക്കുക. രത്നങ്ങൾ ഉണ്ടാക്കുന്ന കൂടുതലും റഷ്യ, ബോട്സ്വാന, അതുപോലെ തന്നെ കാനഡ, സൗത്ത് ആഫ്രിക്ക, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയാണ്. അതുപോലെ പിന്നെ റിപ്പബ്ലിക് ഓഫ് കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിൻ്റെ ധാരാളം ഖനികളുള്ളത്. ഇന്ത്യ അതിൻ്റെ അത്രയൊന്നും വരുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ഈ പിന്നെ ഡയമണ്ട് മാർക്കറ്റ് ഭയങ്കര എക്സ്ട്രാ റിച്ചാണ്. അത്രമാത്രം പൈസ, അത്രമാത്രം പണം കൈമാറുന്ന ഒരു ബിസിനസ്സാണ് രത്ന വ്യാപാരം എന്ന് പറയുന്നത്. രത്നത്തിൽ തന്നെ അതിൻ്റെ തരംതിരിക്കൽ, അതിൻ്റെ ഗ്രേഡിങ്, അതുപോലെ തന്നെ രത്നക്കല്ലുകളുടെ പരിശോധന, ഇത് ഒറിജിനൽ രത്നങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്, ആർട്ടിഫിഷ്യലല്ല. ഒരു രത്നം കണ്ടു കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലാണോ പിന്നെ ഒറിജിനലാണോ എന്ന് ഒരു ജെമോളജിസ്റ്റിനെ വളരെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ഇതിൻ്റെ ക്യാരറ്റ് നിശ്ചയിക്കുന്നത്, ഇതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്, ഇതിൻ്റെ അപ്രൈസർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അപ്രൈസർ, ഇതിന് എത്രമാത്രം വാല്യൂ ഉണ്ട്, ഇതിന് കൺസൾട്ടൻസി ഉണ്ട്. നമുക്കൊരു രത്നം വാങ്ങുന്നവരൊരു കൺസൾട്ടൻറ്റിനെ സമീപിക്കും സാധാരണ. അപ്പോൾ അപ്രൈസർ ഉണ്ട്, കൺസൾട്ടൻ്റ് ഉണ്ട്, അതുപോലെ അതിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഉണ്ട്. ഇത് ഒരുപാട് പേര് ആഗ്രഹിക്കാത്ത, എന്നാൽ ആഗ്രഹമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പിന്നെ ലൈഫ് ബ്രൈറ്റൻ ചെയ്യാനായിട്ടുള്ള, തിളക്കമുള്ള ഒരു ലൈഫിന് പറ്റിയ കരിയറാണ്. പക്ഷെ അവർക്ക് കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഇത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസാണ്, ചിലർ ഡിപ്ലോമ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഇതൊരു യൂണിവേഴ്സിറ്റി ലെവൽ കോഴ്സൊന്നുമില്ല. പക്ഷേ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇതിൽ പോകാം. +2 കഴിഞ്ഞാലും മതി, പക്ഷേ ഡിഗ്രി കഴിയുന്നതാണ് നല്ലത്. ഇതിൽ ചില പിന്നീട് ക്വാളിറ്റി വേണം. ക്വാളിറ്റി എന്നുള്ളത് പ്രധാനമായിട്ട് നമുക്ക് ഈ വ്യാപാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു താല്പര്യം വേണം, ഒരു ഇൻഡസ്ട്രിയിൽ താല്പര്യം വേണം. ഇത് സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണം എടുത്തു കൊടുക്കുന്ന പോലത്തെ ഒരു ബിസിനസ് അല്ല. ഇതിൻ്റെ ഡിസൈനുണ്ട്. അത് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു വലിയ മാർക്കറ്റാണ് ഈ രത്നക്കല്ല് വെച്ചുള്ള ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യുക. രത്നക്കല്ല് മാത്രമായിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി പരിശോധന, ക്വാളിറ്റിക്കനുസരിച്ച് വിലയിടുക, ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്ന് നിശ്ചയിക്കുക. അപ്പം ഇതൊരു വലിയ ഇതിൻ്റെ രത്നക്കൽ ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ അതിൻ്റെ വിവിധ വശങ്ങൾ പ്രൊഫഷണലായിട്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിന് ഒരു ഡിഗ്രി ആവശ്യമാണ്. പിന്നെ ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കണം. ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചോളും. മാത്രമല്ല മിക്കവാറുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടെല്ലാം തന്നെ കേരളത്തിന് പുറത്താണ്. ഗുജറാത്തിലാണ്, രാജസ്ഥാനിലാണ്, ഡൽഹിയിലാണ്, മുംബൈയിലാണ്. ഹിന്ദി സ്വാഭാവികമായിട്ട് അവർ പഠിച്ചോളും. ഹിന്ദി കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ ഐ കോണ്ടാക്റ്റ് ഇതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് തന്നെ ഐ കോണ്ടാക്റ്റ് കാണും. പിന്നെ അതിനൊക്കെ ഉപരി നല്ല സത്യസന്ധരായിരിക്കണം. ഓണസ്റ്റി വല്ലാത്തൊരു ക്വാളിറ്റിയാണ് രത്നക്കൽ വ്യാപാരത്തിൽ. കാരണം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കണമെങ്കിൽ നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം. ഇതിൽ ഓരോരുത്തരും ഇതിൽ വരുന്ന, അപ്പോൾ അവർക്കൊക്കെ പറ്റിയ കോഴ്സ്, ഇത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ചുമ്മാ നിൽക്കേണ്ട, PG കഴിഞ്ഞിട്ട് ചുമ്മാ നിൽക്കേണ്ട, ഒരു കൈ നോക്കാമെന്ന് വിചാരിക്കുന്ന മിടുക്കന്മാർക്ക് പറ്റിയ കോഴ്സുകളാണ്, മിടുക്കികൾക്കും പറ്റിയ കോഴ്സാണ്. കാരണം ഈ രത്ന വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട ഈ ജെമ്മോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. ഒരുപാട് പേര് പഠിക്കുന്ന ഒരു കോഴ്സല്ല. പക്ഷേ വജ്രം പോലെ, രത്നം പോലെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ ജീവിതം തിളക്കമുള്ളതാക്കാൻ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വരാം. എവിടേക്കാണ് ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നത് നേരത്തെ പറഞ്ഞ് അപ്രൈസറായിട്ട്, റീറ്റെയിൽ അസോസിയേറ്റ്സ് ആയിട്ട്, അതുപോലെ തന്നെ ലാബ് ജെമ്മോളജിസ്റ്റ് ആയിട്ട്. ഇതിൻ്റെ ലാബോറട്ടറി ഉണ്ട്. ഇപ്പം
ആർട്ടിഫിഷ്യലായിട്ടല്ല, ഒറിജിനൽ ജെംസ് കിട്ടിക്കഴിഞ്ഞാലും അതിന് ലാഭമുണ്ട്. അതിൻ്റെ കട്ടിങ്, ഷാർപ്പനിങ്, അത് ആഭരണത്തിന് പറ്റിയ രീതിയിൽ ഡിസൈൻ ചെയ്യുക, അതിനെല്ലാം തന്നെ കൺസൾട്ടൻസിൻ്റെ ആവശ്യമാണ്. ചിലപ്പോൾ കസ്റ്റമൈസ്ഡ് ഡിസൈനൊക്കെ വേണം, കസ്റ്റമൈസ്ഡ് ഡിസൈൻ വേണം, എനിക്ക് ഇങ്ങനെ തന്നെ വേണം. അതിനൊക്കെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ചിലവാക്കുന്നവർക്കുള്ള ഒരു ഏരിയയാണ് ഈ രത്നക്കൽ വ്യാപാരവും രത്ന ആഭരണങ്ങളുടെ ബിസിനസ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വലിയ സ്വർണ്ണക്കടകളിലെല്ലാം, ബ്രാൻഡഡ് ഷോറൂമിലെല്ലാം തന്നെ രത്നത്തിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു വിഭാഗം കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്രമാത്രം നമ്മൾ അകറ്റി നിർത്തേണ്ട ഒന്നല്ല ഇത് നമ്മൾ കോമൺ ആയിട്ട് ഒരു രത്നാഭരണങ്ങൾ ധരിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കോടികൾ കൊയ്യുന്ന ഈ ബിസിനസ്സിൽ പ്രധാനമായിട്ട് ഡയമണ്ട് ഗ്രേഡിങ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ടെക്നോളജി, മൈക്രോസ്കോപ്പ് പോലത്തെ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെഷീൻസ് ഉപയോഗിച്ച് ഇതിൻ്റെ ഗ്രേഡിങ്ങും ഇതിൻ്റെ ക്യാരറ്റും, എത്ര ക്യാരറ്റ് എന്നുള്ളത്, സ്വർണ്ണം ക്യാരറ്റാണല്ലോ, അതുപോലെ തന്നെ ഡയമണ്ട്സിൻ്റെയും റൂബിയുടെയൊക്കെ ഇതിൻ്റെയൊക്കെ ക്യാരറ്റ്സ് ഉണ്ട്. ഇത് കണക്കാക്കുക, ഇതിൻ്റെ വാല്യൂ കണക്കാക്കുക, ഇതിൻ്റെ സെയിൽസും റീസെയിലും ഇതെല്ലാം തന്നെ ഇവരുടെ സഹായമില്ലാതെ നടത്താൻ പറ്റത്തില്ല. ഇതിലൊരു പേരെടുത്ത് ഒരു ബ്രാൻഡഡ് നയമായി കഴിഞ്ഞാൽ, സ്വയം ഒരു ബ്രാൻഡഡ് നയമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കാത്ത ശമ്പളമായിരിക്കും ഇതിൽ കിട്ടുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ 50,000 അതിന് മുകളിലും 1,00,000 കൂടുതലൊക്കെ ശമ്പളം കിട്ടുന്ന അപ്രൈസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ റീറ്റെയിൽ അസോസിയേറ്റ്സ് ഉണ്ട്, ലാബ് ജെമോളജിസ്റ്റ് ഉണ്ട്, ജ്വല്ലറി ഡിസൈൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വിവിധ ശ്രേണിയിലാണ് ഇതിൻ്റെ പിന്നീട് ജോലികൾ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, 3D മോഡലിംഗ് ഒക്കെ ഇവർ പഠിക്കേണ്ടി വരും. കാരണം ആഭരണ ഡിസൈൻ ചെയ്യുക, ഇതൊക്കെ തന്നെ വിവിധ, ചിലപ്പോൾ 2-3 സർട്ടിഫിക്കേഷൻ കഴിയുമ്പോഴായിരിക്കും നല്ലൊരു ജെമോളജിസ്റ്റ് ആകുന്നത്. കാരണം ചിലർ ഗ്രേഡിങ് പ്രത്യേകം, ഗ്രേഡിങ് ആൻഡ് അപ്രൈസൽ പ്രത്യേകം, ഡിസൈൻ പ്രത്യേകമൊക്കെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. എന്തായാലും ഈ ഹ്രസ്വകാല കോഴ്സുകൾ താല്പര്യമുണ്ടെങ്കിൽ, നമ്മുടെ പാഷൻ അനുസരിച്ച് താല്പര്യമുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം തിരഞ്ഞെടുക്കാവുന്ന 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൂടെ നമുക്ക് നോക്കാം. മലയാളിക്ക് അത്ര സുപരിചിതമാവണമെന്നില്ല ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. എങ്കിലും പ്രധാനമായിട്ട് ആദ്യം പറയേണ്ടത് ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സൂററ്റാണ്. സൂററ്റ് അറിയാമല്ലോ, രത്നക്കൽ വ്യാപാരത്തിലും രത്നക്കൽ ഖനനം ചെയ്യുന്നതിലൊക്കെ ഒരു കാലത്തും അല്ല ഇപ്പോഴും വളരെ പ്രശസ്തിയുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സൂററ്റ്, ഗുജറാത്തിലെ. ഇതിൽ ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ ഹ്രസ്വകാല കോഴ്സുകളാണ്. കുറേ കോഴ്സുകളുണ്ട്. നിങ്ങൾ അതിൻ്റെ സൈറ്റിൽ പോയത് ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നടിക്കുമ്പോൾ കുറേ കോഴ്സുകൾ വരും. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. വലിയ ഫീസൊന്നും ഇല്ലെന്നുള്ളതാണ് ഇതിൻ്റെ, ഒരു ഭാരിച്ച ഫീസൊന്നുമില്ല. പക്ഷേ ഹിന്ദി അറിഞ്ഞിരിക്കണം എന്നവർ പറയുന്നുണ്ട്. അതുപോലെ ഗുജറാത്തി അവിടെ ചെന്നിട്ട് പഠിച്ചോളൂ. ഹിന്ദി ഗുജറാത്തിയൊക്കെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ കഴിയും. ഹിന്ദി അറിയാമെന്നുള്ള ഗുജറാത്തി പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്നതാണ് കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർനാഷണൽ ജെം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് ജയ്പൂരാണ്, രാജസ്ഥാനിൽ ഇൻ്റർനാഷണൽ ജെം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ജയ്പൂരാണ്. അപ്പോൾ അവിടെ വിവിധ കോഴ്സുകളുണ്ട്. നിങ്ങൾ അതിന് പ്രത്യേക അഡ്മിഷൻ സമയമൊക്കെ അവരെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങൾക്ക് അഡ്മിഷൻ തരുള്ളൂ. പൈസയല്ല ഇതിൽ പ്രധാനം. ഇതിൽ വിശ്വസ്തതയാണ്, അതുപോലെ തന്നെ പാഷനാണ്, ഇൻട്രസ്റ്റ് ആണ്. ഇതെല്ലാം കൂടെ ചേരി വരുന്ന ഒരു ബ്ലെൻഡഡ് പേഴ്സണാലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ കോഴ്സ് പഠിക്കാം. വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉണ്ട്, മുംബൈയിലാണ്. ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അങ്ങനെ കുറേ ന്യൂഡൽഹിയിൽ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഞാൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ പേര് പറയാത്തത്, പലപ്പോഴും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം തന്നെ വിവിധ തരം കോഴ്സുകളുണ്ട്. നിങ്ങളാണ് നിശ്ചയിക്കുന്നത്. ഒരു കോഴ്സിന് പോകുമ്പോൾ നിങ്ങൾ വീണ്ടും അതിൻ്റെ ആഡ് ഓൺ കോഴ്സുകൾ, ഈ വിഷയത്തിൽ തന്നെ, ഈ മേഖലയിൽ തന്നെ ആഡ് ഓൺ കോഴ്സുകൾ വേറെയും കാണും. അവർ തന്നെ അത് പറയും. നിങ്ങൾക്ക് നല്ലൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടും. ഇൻറ്റേൺഷിപ്പ് കിട്ടണമെങ്കിൽ മിക്കവാറും ഗുജറാത്ത്, രാജസ്ഥാൻ, മുംബൈ ഒക്കെ ആയിരിക്കണം ഇൻറ്റേൺഷിപ്പ് കിട്ടാനുള്ള. ചിലപ്പം പിന്നെ ജെം ലാബിലായിരിക്കും, അല്ലെങ്കിൽ മൈൻസ് അധികം ഇല്ല എങ്കിലും ജെം ലാബിലായിരിക്കും, അല്ലെങ്കിൽ ഡിസൈൻ കേന്ദ്രങ്ങളിലായിരിക്കും, ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് സെൻറ്റേഴ്സിലായിരിക്കും. പിന്നെ സെല്ലിംഗ് ഔട്ട്ലെറ്റ്സിലും കൺസൾട്ടൻ്റായിട്ടും തീർച്ചയായിട്ടും അപ്രൈസറായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. വജ്രം പോലെ തിളങ്ങുന്ന, ഡയമണ്ട് പോലെ തിളങ്ങുന്ന, രത്നം പോലെ തിളങ്ങുന്ന ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും വെറുതെ നിൽക്കാതെ ഈ കോഴ്സിലോട്ട് പോകണം. ഉറപ്പാക്കാം ജീവിതം വളരെ ഷൈൻ ചെയ്യുന്ന ഒന്നാക്കി മാറ്റാൻ ഈ കോഴ്സിന് കഴിയും എന്ന് എനിക്ക് ഉറപ്പാണ്.